ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റ് ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ആലോവേരയുടെ മോയ്സ്ചറൈസിങ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചെടുക്കുക, എന്നിട്ട് ഫേസിലും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ച് ഫേസ് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒന്നൊരു 5 to 10 minutes നമുക്ക് മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാം. കവിളിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയും ലിപ്പിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജിങ് ചെയ്തൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. നോസിൻ്റെയൊക്കെ സൈഡിലും കവിളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച വെള്ളം തൊട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തൊരു 5 to 10 minutes മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സോഫ്റ്റ് ടവൽ വെച്ച് നമുക്കൊന്ന് ഒപ്പിയെടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി തുടയ്ക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് തുടച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടും. ഫേസ് വാഷ് യൂസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യുന്നത്. മസ്റ്റായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഫോഴ്സ് എല്ലാം ഓപ്പൺ ആകും. ഇത് ക്ലോസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ടോണർ സ്പ്രേ ടൈപ്പ് കിട്ടും, വേറെ ലിക്വിഡ് ടൈപ്പ് ചെറുതും കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ടോണർ റോസ് വാട്ടറിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് ഒരു 5 to 10 minutes കൊണ്ട് അത് ഡ്രൈ ആയി കിട്ടും. ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ സ്കിന്നിന് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, ബൈ ബൈ ഗായ്സ്.